ഞാനിതുവരെ കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ നമ്മുടെ നാട്ടിലും ഈ ഐറ്റം എത്തിന്ന് പറഞ്ഞപ്പോ എനിക്കിതൊന്ന് കഴിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടാ. നോമ്പ് പ്രമാണിച്ചിട്ടാട്ടോ അവർ ഈ ഐറ്റം ഇറക്കണേ. നോമ്പ് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല എന്നാ പറഞ്ഞേ. കുറച്ച് പിള്ളേര് കൂടി തുടങ്ങിയ ഒരു സെറ്റപ്പ് ആട്ടാ അത്. ഞാൻ അവിടെ എത്തിയ സമയത്ത് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണുണ്ടായിരുന്നുള്ളൂ കേട്ടാ. ഞാനാണെങ്കിൽ ഇവിടേക്ക് കുറച്ചധികം നേരത്തെ എത്തിപ്പോയി. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാനിവിടെ എത്തി. പക്ഷെ ഈ സംഭവം എന്റെ കൈ കിട്ടുമ്പോൾ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്ത് വേറെ ഒന്നല്ല, ഇത് നോമ്പ് കഴിഞ്ഞ് ഈ സംഭവം കിട്ടേയില്ല. പിന്നെ കല്ലുമ്മക്കായ ഒന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാനുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ലായിരുന്നു. ഇവിടെ കല്ലുമ്മക്കായ മാത്രമല്ല, ഉപ്പിലിട്ട ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ കച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ കല്ലുമ്മക്കായ മാത്രം എങ്ങനെയും കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ അത് മാത്രം വാങ്ങി കഴിച്ചേ. ഇതിന്റെ മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കല്ലുമ്മക്കായ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടാ. എനിക്ക് തോന്നണത് അത് കറക്റ്റ് അത് പിടിക്കാത്ത കാരണമാന്ന് തോന്നുന്നു അധികം ടേസ്റ്റ് ഇല്ല. ഞാൻ കല്ലുമ്മക്കായുടെ പുറത്തായാലും അകത്തായാലും ഈ മസാലയുടെ ടേസ്റ്റ് ഒന്നും അധികം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. മസാല നന്നായി ഉണ്ട്, പക്ഷെ കല്ലുമ്മക്കായം അത് ശരിക്കും പിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയ കഴിച്ചപ്പോ. ഒരു പ്ലേറ്റ് കല്ലുമ്മക്കായ്ക്ക് 100 രൂപ ആയിട്ടാ വരണേ. ഒരു പ്ലേറ്റിൽ 4 കല്ലുമ്മക്കായ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് പറയട്ടാ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃപ്രയാർ വി ബി മാളിന്റെ അടുത്തായിട്ടുള്ള ചായക്കോപ്പയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.